കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നു മുതൽ നാം ഒരു പുതിയ വിഷയം പഠിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ക്രൂശ് എന്നുള്ളതാണ് വിഷയം. ഈ വിഷയം ഇങ്ങനൊരു ക്ലാസ്സായിട്ട് എടുക്കാൻ സാധിക്കുന്ന വിഷയമാണോ എന്ന് പലരും സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്, ഇപ്പോഴല്ല നേരത്തെ. എന്നാൽ ഈ വിഷയം ഞാൻ പഠിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ ഇത് വളരെ വിപുലമായ വിഷയമാണ്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ശിലയിൽ ഉൾപ്പെട്ട കാര്യമാണ് ഈ വിഷയമെന്നുള്ളത്. ദീർഘവർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചില ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുന്ന പതിവ് എനിക്കുണ്ട്. അങ്ങനെ പലപ്പോഴും വായിക്കുകയും ഒക്കെ ചെയ്യുന്ന പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിക്കും, അവിടെ മാറ്റി വയ്ക്കും. പിന്നീട് പല തിരക്കുകളിലുകൊണ്ട് അതൊന്നും വായിക്കാറില്ല. എന്നാൽ കോവിഡ് വന്ന സമയത്ത് നമുക്കറിയാം, എന്നെപ്പോലെ പ്രായമുള്ളവർക്ക് ആർക്കും ഒരു സ്ഥലത്തേക്കും പുറത്തേക്ക് ഇറങ്ങാൻ പോലും നിവൃത്തിയില്ല. വെളിയിലിറങ്ങാൻ നിവൃത്തിയില്ല, യോഗങ്ങളില്ല, മറ്റ് യാതൊരു ആക്ടിവിറ്റീസിലും പങ്കെടുക്കാനായിട്ട് നിർവാഹമില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. അപ്പോഴാണ് എനിക്ക് പുസ്തകങ്ങൾ വായിക്കുന്ന കാര്യം വളരെ താല്പര്യമുള്ള ആളായതുകൊണ്ട് ഈ വെച്ചിരിക്കുന്ന പുസ്തകങ്ങൾ പഠിക്കാൻ, രണ്ട് വിഷയമാണ് അന്ന് പഠിക്കാനായിട്ട് ശ്രമിച്ചത്. ഒന്ന് ഇത്, മറ്റൊന്ന് വേറൊരു വിഷയമാണ്. ആ വിഷയം വളരെ വിപുലമായ വിഷയമായതുകൊണ്ട് ഇവിടെ എടുക്കാനൊന്നും തൽക്കാലം നിർവാഹമില്ല. വളരെ കാലം എടുത്ത് പഠിക്കേണ്ട ഒരു വിഷയമാണ്. എന്നാൽ അങ്ങനെ ആ സമയത്താണ് ഈ വിഷയം വീണ്ടും വളരെ ശ്രദ്ധയോടുകൂടെ പഠിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചത്. അപ്പോൾ ഇതിൻ്റെ സമകാലികമായ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്നുപോയി. പല കാര്യങ്ങളും ഇങ്ങനെ പങ്കുവയ്ക്കാനായിട്ട്, അതെല്ലാം പങ്കുവയ്ക്കാനല്ല ഞാനീ പറയുന്നത്. ഈ അടുത്ത ദിവസം നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം 2020 വേൾഡ് കപ്പ് നേടി. അതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു മലയാളിയായാണ് നമുക്കറിയാം, സഞ്ജു സാംസൺ. അദ്ദേഹം ആ മത്സരം ജയിച്ചതിന് ശേഷം മുട്ടുകുത്തി ആകാശത്തെ കൈ ഉയർത്തി പ്രാർത്ഥിക്കുകയും ഒരു കുരിശു വരയ്ക്കുകയും ചെയ്തിരുന്നു. അത് സാധാരണ ക്രൈസ്തവരൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നാൽ നമ്മുടെ ആനുകാലിക പുസ്തകങ്ങൾ, ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു പുസ്തകം വായിച്ചപ്പോഴും നമ്മുടെ ഇടയിൽ പ്രചാരത്തിലുള്ളതാണ്, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് താൻ നടത്തിയത് എന്നുള്ള നിലയിൽ അത് പറയുകയുണ്ടായി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇത് ഞാൻ നേരത്തെ പഠിച്ചതാണ്, നമ്മുടെയൊക്കെ മനസ്സിൽ രൂപപ്പെട്ടിട്ടുള്ളതൊരു ആശയം, ക്രൂശ് എന്ന് പറയുന്നത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പ്രതീകമായിട്ടാണ് ലോകം മുഴുവനും അറിയപ്പെടുന്നത്. പലപ്പോഴും എന്നോടും നിങ്ങളോടും ചോദിച്ചു കാണും, നിങ്ങളുടെയൊക്കെ ആരാധനാലയം ഇത് സഭാ ഹോളാണെന്നാണ് നിങ്ങൾ പറയുന്നത്, ഇത് ആരാധനാലയമാണ്. ഒരു ക്രിസ്തീയ ആരാധനാലയത്തിൽ ഒരു കുരിശ് പോലും ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളത്, മറ്റ് ഏത് ക്രൈസ്തവ വിഭാഗത്തിലായാലും, പെന്തക്കോസ്തുകാരല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മറ്റ് സഭകൾ ഉള്ള ക്രൈസ്തവരുള്ള ഭൂരിഭാഗം വരുന്ന സഭകളൊക്കെ അവർ ആരാധനാലയങ്ങളിൽ പ്രകടമായിട്ട് കാണുന്ന ഒരു കുരിശുണ്ടായി, മറ്റൊന്നും ഉണ്ടായില്ലെങ്കിലും അത് വെളിപ്പെടുത്തി കാണിക്കുന്ന ഒരു രീതിയുണ്ട്. എന്തുകൊണ്ടാണ് നാം അതിന് തുനിയാത്തത്? ഞാൻ ഈ കാര്യം പറയാൻ കാരണം, നിങ്ങളുടെ ചിന്തയ്ക്ക് ഈ വിഷയം ഒന്ന് വിടുകയാണ്. നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് അത് വന്നോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ, ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഏതായിരുന്നാലും നമ്മെക്കുറിച്ച് മറ്റുള്ളവർ വിലയിരുത്തുന്ന ഒരു പ്രധാന ആരോപണം, കുരിശിനെ വണങ്ങാത്തവരാണ്, പള്ളികളെ ബഹുമാനിക്കാത്തവരാണ്, പൗരോഹിത്യത്തെ അംഗീകരിക്കാത്തവരാണ്. ഇത് മറ്റുള്ളവർ പറയുന്നത് എൻ്റെ മുഖത്ത് നോക്കി ഒരു അച്ഛൻ പറഞ്ഞതായിട്ട് എനിക്കറിയാം ചില വർഷങ്ങൾക്ക് മുമ്പ്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ. അപ്പോൾ നിങ്ങളുമായിട്ടൊന്നും സഹകരിക്കാനായിട്ടൊരു കാര്യത്തിന് പറ്റില്ല എന്ന് തുറന്ന് പറഞ്ഞ ഒരു രംഗം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിന് വിരോധമില്ല, ഞങ്ങൾ ബൈബിളാണ് അടിസ്ഥാനമായിട്ട് കണക്കാക്കുന്നത്.
ബൈബിളിലുള്ള കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ അംഗീകരിക്കുന്നുള്ളൂ. ബൈബിൾ അതിന് വിരോധമാണ്. അതിന് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതൊക്കെ നിങ്ങൾ ഈ ന്യൂനപക്ഷങ്ങളായ 4-3-7 ആളുകളുള്ള ചെറിയ സഭകളിൽപ്പെട്ട ആളുകളല്ലേ, നിങ്ങളിതൊക്കെ പറയും. എന്നാൽ ഞങ്ങളൊന്ന് നോക്കൂ, 100 ചില്ലുവാനും കോടികളുള്ള കത്തോലിക്ക സഭ ഇന്ന് ലോകമെമ്പാടുമുള്ള അതുപോലെ വലിയ വലിയ പൗരസ്ത്യ സഭകളൊക്കെ ഇതൊക്കെ പാലിച്ചു പോകുന്ന ആളുകളാണ് എന്ന് എന്നോട് പറയുകയുണ്ടായി. നമുക്കറിയാം എന്ന് തോന്നുന്നു, ഇറാൻ, ഇറാഖ്, ടർക്കി ഇതൊക്കെ ക്രിസ്തീയമായ സ്ഥലങ്ങളായിരുന്നു. പിന്നീട് ഇസ്ലാം മതത്തിൻ്റെതായ ആക്രമണം മുഖാന്തരം അവിടെയൊക്കെ അവർ ഇസ്ലാം രാഷ്ട്രങ്ങളായിട്ട് മാറിയതാണ്. വേദപുസ്തക സമയത്ത് അതും അതിന് ശേഷവും ഒക്കെ ഉണ്ട്. അതിന് ചരിത്രപരമായ പശ്ചാത്തലമൊക്കെ ഉണ്ട്. ഞാൻ ഈ ഭാഗം വായിച്ചുകൊണ്ടിരുന്നപ്പോഴേ എൻ്റെ ശ്രദ്ധയിലേക്ക് ഒരു പുസ്തകത്തിൻ്റെ ഒരു കാര്യം കടന്നു. നമ്മുടെ എത്ര പേർക്ക് അത് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വാങ്ങിച്ച ചെറിയൊരു പുസ്തകം, മലയാളത്തിലുള്ളതാണ്. ക്രൈസ്തവ സഭകളുടെ വ്യതിയാനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പുസ്തകം. അത് പുത്തൻകാവിൽ ഉള്ള KM എബ്രഹാം എന്ന പേരിലാണ് ഒരാളാണ് ഇത് എഴുതിയിട്ടുള്ളത്. അതിൻ്റെ അവതാരിക എഴുതിയിട്ടുള്ളത് സഹോദരൻ R. കൃഷ്ണൻകുട്ടിയാണ്. അതിൽ അദ്ദേഹം 1-ാം നൂറ്റാണ്ട് മുതൽ ഈ പുസ്തകം എഴുതിയ കാലഘട്ടം വരെ, അതായത് എനിക്ക് തോന്നുന്നത് 1960-ലോ 1950-ലോ ഒക്കെ ആണെന്ന് തോന്നുന്ന പുസ്തകം എഴുതിയത്. അത്രയും കാലഘട്ടത്തിൽ ക്രിസ്തീയ സഭകൾക്ക് വന്നതായ വ്യതിയാനങ്ങൾ, അതായത് അപ്പോസ്തലിക കാലം മുതൽ ഈ കാലഘട്ടം വരെ വന്ന വ്യതിയാനങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് ഇങ്ങനെ ഓരോരോ മതങ്ങളെക്കുറിച്ച് വളരെ ചെറിയ വിവരണങ്ങൾ നൽകി ചെറിയ പുസ്തകമാണ്, മലയാളത്തിലുള്ളതാണ്. എവിടെയാണ് ഇപ്പോൾ അത് ലഭ്യമാകുക എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അതിൽ പുസ്തകം അവസാനിപ്പിച്ചിട്ട് അദ്ദേഹം എഴുതി അവസാനിപ്പിച്ച ചില വാചകങ്ങളുണ്ട്. ഞാനൊന്ന് വായിച്ച് കേൾപ്പിച്ചില്ല. അത് മുഴുവൻ വായിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൽ പ്രധാനപ്പെട്ട ആശയങ്ങൾ ഇങ്ങനെയാണ്. 4 നൂറ്റാണ്ട് കൊണ്ട് മധ്യപൗരസ്ത്യ ദേശത്തെ ക്രിസ്തുമാർഗം നന്നേ ദുഷിച്ചിരുന്നു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ ക്രിസ്തീയ ആനുകൂല്യം സഭയെ ജാതികളുടെ ആരാധനാ രീതികളിലേക്ക് വലിച്ചിഴയ്ക്കാൻ ഇടയാക്കി. ജാതീയ ദേവാലയങ്ങൾ ക്രിസ്തീയമാക്കി അതിൽ ക്രൈസ്തവർ ആരാധന കഴിച്ചുപോയി. മറ്റുള്ള ദേവാലയങ്ങളുടെ മാതൃക അനുകരിച്ച് എടുപ്പുകളോടുകൂടിയ കെട്ടിടങ്ങൾ പണിത് അവയെ പള്ളികൾ എന്ന് നാമകരണം ചെയ്തു. മതപരിവർത്തനം നടത്തിയ ജാതീയ പുരോഹിതന്മാർ ക്രിസ്തീയ പുരോഹിതന്മാരായി. സ്വരൂപവണക്കം, പുണ്യവാളന്മാരോടുള്ള പ്രാർത്ഥന ഇവയെല്ലാം ജാതികളിൽ നിന്നും ക്രിസ്തീയ മാർഗത്തിലേക്ക് കടന്നുകൂടി. സഭയ്ക്ക് മൂപ്പന്മാർ എന്ന സ്ഥാനത്ത് ഇടവകകളുടെ മേൽ സിവിൽ അധികാരം തന്നെയുള്ള പട്ടക്കാരും പല ഇടവകകൾ ചേർന്ന് അവയ്ക്ക് മേൽപ്പട്ടക്കാരും രൂപം കൊണ്ടു. പുരാതന ഗ്രേക്കരുടെ ദുഷിച്ച ആചാരങ്ങൾ പലതും പിൽക്കാലത്ത് ക്രൈസ്തവരുടെ നടപടിക്രമമായി മാറി. പട്ടത്വം നിലവിൽ വന്നതോടുകൂടെ അവർക്ക് മാന്ത്രികമായ ചില ശക്തികളുണ്ടെന്ന് നിലവന്നു. സുന്നഹദോസുകളിൽ എതിർവാദികളെ തോൽപ്പിക്കാൻ ഉപയോഗിച്ച ന്യായങ്ങൾ പിന്നീട് സഭയുടെ പ്രമാണങ്ങളായി. സംഘടിത തലത്തിൽ ആശ്രയം പതിയുമാറ് വചനത്തിൽ തെളിഞ്ഞ സത്യത്തിന് വിപരീതമായി നീങ്ങുന്ന ഏത് പ്രസ്ഥാനവും ബാഹ്യമായി മെച്ചമെന്ന് തോന്നിയാലും ദൈവസന്നിധിയിൽ നിഷിദ്ധമായേ ഇരിക്കും. പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന സഭാപരിപാലന വ്യവസ്ഥകളേക്കാൾ മനുഷ്യബുദ്ധിയിൽ രൂപം കൊണ്ട പ്രമാണങ്ങൾ സ്വീകരിക്കപ്പെട്ടു. ഇന്നും പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ ശക്തിയുക്തം വാദിക്കുന്നവർ പോലും സഭാഭരണ വ്യവസ്ഥയിൽ പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയെ ഒഴിച്ചു നിർത്തിയിരിക്കുകയാണ്. തിരുവചനത്തിൽ അടിസ്ഥാനപ്പെടാത്ത സ്ഥലം സഭകളുടെ ഭൗമകേന്ദ്രവും സഭാ ശുശ്രൂഷകന്മാർക്കുള്ള സ്ഥലം മാറ്റവും തുടങ്ങി പല കാര്യങ്ങളും. സഭ എന്നത് രക്ഷിക്കപ്പെട്ടവരുടെ മാത്രം കൂട്ടമല്ല എന്ന് വന്നാൽ ഉണ്ടാകാവുന്ന വൈഷമ്യങ്ങൾക്ക് കണക്കില്ല. അനാത്മികർ കടന്നുകൂടുകയും അവരുടെ കൈകളിലേക്ക് സഭാകാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നതിൻ്റെ തിക്തഫലം ഇന്നും
വേർപെട്ട സഭകൾ അനുഭവിക്കുന്നു എന്നത് ഒരു ദുഃഖസത്യമാണ്. ആത്മീക മൂല്യങ്ങൾ സഭയിൽ നിലനിൽക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന് പൂർണ്ണമായും വിധേയപ്പെട്ട തിരുവെഴുത്ത് അനുശാസിക്കുന്ന മൂപ്പന്മാരാൽ സഭ പരിപാലിക്കപ്പെടണം. ഇത് എൻ്റെ വിഷയത്തോട് ബന്ധപ്പെട്ടല്ല വരുന്നതെങ്കിൽ തന്നെ ഇതിൽ ഒരു അന്തർലീനമായിരിക്കുന്ന ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാനാണ്. ഇന്ന് മഹാഭൂരിപക്ഷം വന്ന പാരമ്പര്യ ക്രൈസ്തവ സഭകൾ ആചരിച്ചു പോരുന്ന കുരിശു വണക്കം ഉൾപ്പെടെ എല്ലാം തന്നെ ദൈവവചനത്തെ അടിസ്ഥാനപ്പെടാത്ത, ഞാൻ സംശയിച്ചു പോവുകയാണ്, ചിലപ്പോഴൊക്കെ കാലങ്ങൾ കഴിഞ്ഞാൽ സർക്കാരിൻ്റെ നിയമങ്ങൾ ചിലപ്പോൾ ശക്തമായിട്ട് രൂപപ്പെടുകയും ക്രിസ്തീയ ദേവാലയമാണെങ്കിൽ അവിടെ ഒരു കുരിശ് വേണമെന്ന് നിയമം പാസ്സാക്കുകയും ചെയ്യുന്ന കാലം അനധിവിദൂരമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ തന്നെ പല നിയമങ്ങളുണ്ടല്ലോ. എന്തുകൊണ്ടാണ് നാം ആ കാര്യത്തിൽ താല്പര്യം കാണിക്കാത്തത്? അപ്പോസ്തലികമായ കാലഘട്ടം, അതായത് 1-ാം നൂറ്റാണ്ട് കഴിയുന്നതുവരെ ദൈവസഭയിൽ നിലവിലില്ലാതിരുന്നതായ ആശയങ്ങളാണ് പിന്നീട് 2-ാം നൂറ്റാണ്ട് മുതൽ ഈ സഭയിൽ വ്യതിയാനങ്ങൾ വന്നുകൂടിയത് എന്ന് കാണാൻ സാധിക്കും. അതിൻ്റെ കൂട്ടത്തിൽ വന്നതാണ് ഇതും. എന്നാൽ ഞാൻ പറയട്ടെ, ഇത് അനുകൂലിക്കുന്ന ആളുകൾ വളരെയധികമാണ്. അവർ പറയുന്ന ന്യായങ്ങൾ എന്താണെന്ന് അറിയാമോ? ഞാൻ ഇന്ന് ആമുഖമായിട്ടാണ് വിഷയം അവതരിപ്പിക്കുന്നത്. വിഷയത്തിലേക്ക് ഇന്ന് കടക്കാൻ സാധിക്കുമോ എന്ന് എനിക്ക് സംശയമാണ്. എന്നാലും ഇതിൻ്റെ ആമുഖമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. എന്നാലേ നമ്മളെ വിഷയത്തിലേക്ക് കടക്കാനായിട്ട് നിർവാഹമുള്ളൂ. എല്ലാ മതങ്ങൾക്കും വിശ്വാസ പ്രമാണങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടേതായ ചില സിമ്പിൾസ് ഉണ്ട്, അടയാളങ്ങളും ചിഹ്നങ്ങളുണ്ട്. നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള ചിഹ്നം എന്താ? അരിവാളും ചുറ്റികയും. 1917 റഷ്യയിലാണ് അത് ആരംഭിച്ചത്. അതായത് അരിവാള് കർഷകനെയും ചുറ്റിക വ്യവസായത്തെയും ചൂണ്ടിക്കാണിക്കുകയാണ്. അവിടെയുള്ള തൊഴിലാളികൾക്ക് വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നിലനിൽക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് അത് അവിടെ അവതരിപ്പിച്ചത്. ഇസ്ലാം മതക്കാർ ഉപയോഗിക്കുന്നത് നമുക്കറിയാം ചന്ദ്രക്കലയാണ്, ക്രിംസൺ. അവർ ചന്ദ്രമാസമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ റംസാൻ്റെ ദിവസമാണല്ലോ, നിലാവ് കാണുവാൻ ചന്ദ്രനെ കാണാനും കാത്തിരിക്കുന്ന സമയമാണ്. അങ്ങനെ എല്ലാ മതവിഭാഗങ്ങൾക്കും ആശയങ്ങൾക്കൊക്കെ ഇങ്ങനെയുണ്ട്. ബുദ്ധമതമാണ്, ബുദ്ധമതം ഭാരതത്തിൽ ആരംഭിച്ചു എന്നൊക്കെയാണ് പറയപ്പെടുന്നതെങ്കിലും ഇന്ത്യയിലല്ല, ഇപ്പോഴത്തെ ഇന്ത്യയിലല്ല എങ്കിൽ തന്നെ അപ്പുറത്ത് അവർ താമരയായിരുന്നു അവർ ചിഹ്നം. എന്നാൽ ഇന്ന് രാഷ്ട്രീയ പാർട്ടികൾ BJP എടുത്തിരിക്കുന്നത് താമരയാണ്. അത് ആ പാർട്ടിയെ തിരിച്ചറിയാനാണ്. അതുപോലെ ഈ കുരിശു വണക്കം അല്ലെങ്കിൽ കുരിശ് ഉപയോഗിക്കുന്ന ആളുകൾ പറഞ്ഞത് ക്രിസ്തീയ മാർഗം തിരിച്ചറിയാൻ, ക്രിസ്തീയ വിശ്വാസികളെയും ആരാധനാലയങ്ങളെയും തിരിച്ചറിയാനായിട്ട് വേണ്ടത് അതിനോട് ക്രിസ്തുവിൻ്റെ ക്രൂശിനോട് ബന്ധപ്പെട്ട ഒരു ചിഹ്നമായിരിക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ ക്രൂശ് എന്ന്. എന്നാൽ ഈ ക്രൂശിൻ്റെ കാര്യം നാം ചിന്തിക്കുമ്പോൾ, ഞാൻ വളരെ ചെറിയ പ്രായത്തിലായിരുന്നപ്പോൾ കോളേജിൽ പഠിച്ച സമയത്ത് എൻ്റെ ഒരു സഹപാഠിയായിട്ടുള്ള കത്തോലിക്കനാണ്, എൻ്റെ വളരെ സുഹൃത്താണ്. ഞാൻ അദ്ദേഹമായിട്ട് ഈ ആശയവിനിമയം ചെയ്തുകൊണ്ടിപ്പോൾ അദ്ദേഹം പറഞ്ഞു, പഴയ നിയമത്തിൽ പിച്ചള സർപ്പത്തെ ഉയർത്തി അതിനെ നോക്കാനായിട്ട് പറഞ്ഞത് ദൈവം തമ്പനെയാണ്. അപ്പോൾ ദൈവം തന്നെ അങ്ങനെ സൂചനയുണ്ട്. വിഗ്രഹാരാധനയല്ല അത്. മനസ്സിനെ ഏകാഗ്രമാക്കാൻ, ദൈവത്തെ സ്തുതിക്കാനായിട്ട് ദൈവം തന്നെ വെച്ച വ്യവസ്ഥയാണ്. നിങ്ങളതും നിഷേധിക്കുന്നവരാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് തർക്കിക്കുകയുണ്ടായി. ഞാൻ പറയട്ടെ, ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോഴേ എൻ്റെ ശ്രദ്ധയിലേക്ക് കടന്നു വരുന്ന ഒരു വിഷയമുണ്ട്. ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുനിസിപ്പൽ ഓഫീസ്, അന്ന് കോർപ്പറേഷൻ ആയിട്ടില്ല, അവിടെ മുമ്പിൽ ഒരു പരസ്യ യോഗം നടക്കുകയാണ്. സഹോദരൻ R. കൃഷ്ണൻകുട്ടിയാണ് അവിടെ പ്രസംഗകൻ. അദ്ദേഹത്തിൻ്റെ പ്രസംഗ വിഷയം ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്നുള്ളതാണ്. ഞാനിത് പലപ്പോഴും ഇവിടെയും പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ, പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനന്ന് കേൾവിക്കാരനായിരുന്നു. ഞാനന്ന് കേട്ട കാര്യം, അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ ഇങ്ങനെയാണ്: ക്രിസ്തുവില്ലാത്ത കുരിശ് കൊലയായുധമാണ്. എന്ന് പറഞ്ഞാൽ ആളുകളെ കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു ആയുധം മാത്രമാണ്. കുരിശില്ലാത്ത ക്രിസ്തു വെറും ആദർശ പുരുഷനാണ്. എന്നാൽ ഞങ്ങൾ പ്രസംഗിക്കുന്നത്
ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ്. ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ് ലോകരക്ഷിതാവ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ആ തുടക്കം. ഞാൻ അന്ന് കേൾവിക്കാനായിട്ട് എൻ്റെ മനസ്സിൽ പതിഞ്ഞ ഒരു വാചകമാണ്. അപ്പോൾ ഞാനത് ശ്രദ്ധിക്കുകയുണ്ടായി. ശരിയാണല്ലോ, നാം നോക്കിയിട്ടുണ്ടോ, ക്രൂശ് മാത്രം. ഇപ്പോൾ പുത്തമ്പള്ളിയുടെ ക്രൂശ് ലോകം വളരെ അകലിൽ നിന്ന് കാണാൻ സാധിക്കും. ആ കുരിശ് അതിൽ ക്രൂശിത രൂപമില്ല. ക്രൂശിത രൂപമുള്ള കുരിശ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ ഉപയോഗിക്കാൻ തുടങ്ങിയത് 6-ാം നൂറ്റാണ്ട് മുതലാണ്. അതുപോലെ ഈ ക്രൂശ് എന്ന് പറഞ്ഞാൽ എന്താണ് സാധനം? പുരാതന മതത്തിലുള്ളവർ അല്ലെങ്കിൽ പുരാതന ബാർബേറിയൻസാണ് ഈ കുരിശ് ഉപയോഗിച്ച് ആളുകളെ തൂക്കിക്കൊല്ലാനായിട്ട് കണ്ടുപിടിച്ചത്. പിന്നീട് ഗ്രീക്കുകാരും റോമക്കാരും വളരെ ക്രൂരമായ കൊലപാതകത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സംവിധാനമായിട്ട് തൂക്കിക്കൊല്ലാനായിട്ട് ഉപയോഗിച്ചിരുന്ന ആയുധമായിരുന്നു കുരിശ് എന്ന് പറയും. എന്നാൽ ഇതിനെ ഉപയോഗിക്കുന്ന ആളുകൾ പറയുന്നത് അതിൻ്റെ മഹത്വം മാറി, കാരണം അതിൻ്റെ നിഷേധം മാറി. യേശു കർത്താവ് ക്രൂശിൽ മരിച്ചപ്പോൾ അത് ആകർഷണീയമായി തീർന്നു. ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ചിഹ്നമായിട്ട് ഞങ്ങൾ ക്രൂശ് ആണ്. എന്നാൽ അന്ന് തന്നെ, ആ സമയത്ത് തന്നെ ക്രിസ്തീയ വിശ്വാസത്തെ അനുകൂലിക്കുന്ന ആളുകൾ ശക്തമായി എതിർത്ത് പറഞ്ഞത് അപ്പോസ്തലന്മാർ സ്ഥാപിക്കാത്തതും ദൈവവചനത്തിന് അടിസ്ഥാനമില്ലാത്തതുമായ ഒരു പ്രമാണത്തെയും ഒരു കാര്യത്തെയും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. കാരണം അത് ആരാധനാ വിഷയമായി മാറുന്നു, ഒരു അന്ധവിശ്വാസമായിട്ട് മാറും. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പഴഞ്ചൊല്ലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, കുരിശ് കണ്ട ചെകുത്താനെ പോലെ എന്ന് പറയും. അങ്ങനെ ആളുകൾ വിചാരിക്കും കുരിശ് രൂപം കണ്ടാൽ ചെകുത്താൻ പേടിച്ചു കൊടുക്കുന്ന. അങ്ങനെയൊന്നുമില്ല. വിശാലിനെ കുരിശ് കണ്ടാലൊന്നും പേടിച്ചോടാനുള്ള അങ്ങനെയുള്ള ബുദ്ധിമോശമൊന്നും ഉള്ള ആളല്ല. കുരിശ് എന്ന് പറഞ്ഞാൽ വിശാലിനറിയാം ആളുകളെ കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ആയുധമാണ്. ഇതൊന്നും അവരെ സംബന്ധിച്ച് യാതൊരു ഭയവും ആണില്ല. എന്നാൽ അങ്ങനെ പ്രചാരത്തിലായി. ഞാനൊരു വാക്യം നിങ്ങളുടെ മുന്നിൽ വായിച്ച് കളിപ്പിക്കട്ടെ. 2 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം, അതിൻ്റെ 4-5 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. മതി, അത്രയും മതി. ഇവിടെ ശ്രദ്ധിക്കുക, ഹിസ്കിയാവിൻ്റെ കാലം വരെ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ദൈവത്തിൻ്റെ ശിക്ഷാക്രമത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ, ജീവൻ പ്രാപിപ്പാൻ കാണിച്ചിരുന്ന ആ സംഭവത്തെ പിന്നീട് ഇസ്രായേൽ ജനം ആരാധനാ വിഷയമാക്കി. ഇവിടെ വായിക്കുന്നത് ധൂപം കാട്ടി വന്നു. ഞാൻ ചിന്തിക്കുകയായിരുന്നു, സുവർണ കാലഘട്ടം എന്ന് ഇസ്രായേലിന് പറയാവുന്ന ദാവീദിൻ്റെ കാലഘട്ടത്തും ഇതവിടെ ഉണ്ട്. ഇത് മാറ്റപ്പെട്ടില്ല. ഹിസ്കിയാവ് എന്ന രാജാവ് വന്ന് വലിയ ആത്മീയ ഉണർവ് പ്രാപിച്ച ആ കാലഘട്ടം വരെ ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യത്തിൽ ദൈവം കൊടുത്ത ഈ സാധനത്തെ, അല്ലെങ്കിൽ അന്നത്തെ ഇസ്രായേൽ ജനത്തിന് ജീവൻ പ്രാപിക്കാൻ വേണ്ടി ഏൽപ്പിച്ചതായ ഈ വസ്തുവിനെ ആരാധനാ വിഷയമാക്കി മാറ്റി. ഇത് തന്നെയാണ് ക്രൂശിൽ സംഭവിച്ചത്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശല്ല വിഷയം, വെറും ക്രൂശ്. ഇന്ന് ക്രൂശ് വയ്ക്കാത്ത പള്ളികളോ ആരാധനാലയങ്ങളോ ക്രൈസ്തവരുടേതല്ല എന്ന് ചിന്തിക്കുന്ന വലിയൊരു സമൂഹമാണ് നമ്മുടെ ചുറ്റും നിൽക്കുന്നത്. നാം മനസ്സിലാക്കണം, നമ്മുടെ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു പറയുകയും അപ്പോസ്തലന്മാർ പഠിപ്പിക്കുകയും ആചരിക്കുകയും ചെയ്തിട്ടുള്ളതായ പ്രമാണങ്ങളാണ് നാം ഇന്ന് കാലത്തും പാലിക്കാനായിട്ട് ശ്രമിക്കുന്നത്. എന്നാൽ ദുഃഖകരമായ ചില വ്യതിയാനങ്ങളൊക്കെ ഈ കാലങ്ങളിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നൂതനമായ പുരോഗമനപരമായ ആശയങ്ങൾ നമുക്ക് വേണം എന്ന് ചിന്തിക്കുകയും ദൈവവചനം വിഭാവനം ചെയ്യാത്ത പലതിലേക്കും ആകർഷകമായി തീരുന്ന രീതിയിലേക്ക് മനസ്സ് ചാഞ്ചാടുകയും സ്വാധീനവും പ്രസംഗപാഠവും ഉള്ള വ്യക്തികൾ നേതൃത്വം കൊടുക്കുകയും ചെയ്യുമ്പോൾ ചില വ്യതിയാനങ്ങൾ നമ്മുടെ വേർപെട്ട സഭാ കൂടിവരകളിൽ ഉടലെടുത്ത് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധാപൂർവം കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർക്ക് അറിയാൻ സാധിക്കും. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടത്തുവിട്ട്, എപ്പോഴാണ് ഈ പരിപാടി തുടങ്ങിയത് എന്ന് നമുക്കറിയാമല്ലോ. ചരിത്രത്തിൽ
4-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ AD 312 കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അവിടെ ഒരു വലിയ യുദ്ധം നടത്തി. മിലീവിയൻ ബ്രിഡ്ജ് എന്ന് പറയുന്ന അവിടെയുള്ള വെച്ച് യുദ്ധത്തിൽ താൻ റോമിനെ കീഴടക്കാനായിട്ട് വരുന്ന സമയത്ത് അദ്ദേഹം ക്രൈസ്തവ ചക്രവർത്തിയല്ല, ഒരു ജാതീയമായ വ്യക്തിയാണ്. അദ്ദേഹം രാത്രി സമയത്ത് യുദ്ധത്തിന് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ആകാശത്തൊരു ഒരു ദർശനം കണ്ടു എന്നാണ് പറയുന്നത്. കുരിശിൻ്റെ രൂപം ആകാശത്ത് തിളങ്ങി. തന്നെയല്ല, ഒരു അശരീരി താൻ കേട്ടു, ഈ ചിഹ്നം വെച്ച് നീ മുന്നേറുക, നീ വിജയിക്കും. താൻ ആ യുദ്ധം ജയിച്ചു, റോമിനെ കീഴടക്കി. പിന്നീടാണ് യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളും താൻ കീഴടക്കി. ഇത് മനസ്സിലായപ്പോൾ താൻ പിന്നീട് രാജകീയ പ്രഖ്യാപനം നടത്തി. അതുവരെ ക്രിസ്ത്യാനികൾ വളരെയധികം പീഡകൾ റോമിലെ ചക്രവർത്തിമാരാൽ നേരിട്ടുകൊണ്ടിരുന്നവരാണ്. എന്നാൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി, കുസ്തന്തിനോസ് ചക്രവർത്തി എന്നാണ് മലയാളത്തിലൊക്കെ പറയുന്നത്. എന്നാൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തീയ മതം സ്വീകരിച്ച് അത് രാജകീയ മതമായി തീർത്തപ്പോൾ ക്രിസ്ത്യാനികൾക്ക് വളരെ സ്വാതന്ത്ര്യം ലഭിച്ചു. അങ്ങനെയാണ് ഞാൻ നേരത്തെ മലയാളത്തിൽ വായിച്ച് കേൾപ്പിച്ച ആദ്യത്തെയുള്ളതായ ആശയങ്ങളൊക്കെ കടന്നു വന്ന് അദ്ദേഹം തൻ്റെ പട്ടാളക്കാർക്ക് ആജ്ഞ കൊടുത്തു, നിങ്ങളുടെ ആയുധങ്ങളിലൊക്കെ ഈ കുരിശിൻ്റെ ചിഹ്നം പതിക്കണം. ക്രിസ്ത്യാനികൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തു, നിങ്ങൾക്ക് പള്ളി പണിയാം, നിങ്ങളെല്ലാവരും ക്രിസ്ത്യാനികളാകുക എന്നുള്ള ആഹ്വാനം കൊടുത്തു. അങ്ങനെ ക്രൈസ്തവ മതത്തിൻ്റെ പീഡമാറി. മാത്രമല്ല, അത് അംഗീകരിക്കപ്പെട്ട ഒരു മതവിഭാഗമായിട്ട് മാറി. ഇങ്ങനെയാണ് ക്രൈസ്തവ മാർഗത്തിലേക്ക് ഈ രീതിയിലുള്ളതായ വ്യതിയാനങ്ങൾ ശക്തമായി കടന്നു വരാനായിട്ട് ഇടയായത്. നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിഞ്ഞൂടാ, നമ്മുടെ മലയാളത്തിൽ തന്നെയുള്ള ഒരു ഗ്രന്ഥമുണ്ട്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. ക്രൈസ്തവ ഗ്രന്ഥമല്ല, ക്രിസ്തുമതം ദർശനവും വിശ്വാസവും എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അത് വില കൊടുത്ത് വാങ്ങിക്കാൻ കിട്ടും. അത് 350 വിലയുണ്ടെന്ന് തോന്നുന്നു. ക്രിസ്തീയ മാർഗത്തിൻ്റെ മതം എങ്ങനെ, വിശ്വാസം എങ്ങനെ രൂപപ്പെട്ടു, അതിൻ്റെ വിശദമായ ഒരു അവലോകനമാണ്. ഒരു ക്രൈസ്തവ നാമധേയമുള്ള വ്യക്തിയാണത് എഴുതിയിട്ടുള്ളെങ്കിൽ തന്നെ ക്രൈസ്തവ വിശ്വാസം ഊട്ടി ഉറപ്പിക്കാനുള്ള പുസ്തകമല്ല, ഒരു ചരിത്ര പഠനമാണ്. അതിൽ പല പല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഇന്ന് ബൈബിൾ അനുസരിച്ച് മൂപ്പന്മാരാൽ ഭരിക്കപ്പെടുന്ന സഭാവിഭാഗങ്ങളിൽ ചിലതാണ് ബ്രദറൻ സഭ എന്ന് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അതിശയിച്ചു പോയി. കാരണം എന്നിട്ട് അദ്ദേഹം അതിൻ്റെ പിന്നിൽ എഴുതിയിട്ടുള്ളത് പറയുമ്പോൾ, കേരളത്തിൽ ബ്രദറൻ സഭകൾ എത്രയുണ്ടെന്നോ എത്ര ആളുകളുണ്ടെന്നോ ഒരു കണക്കെടുക്കാൻ നിവൃത്തിയില്ലാതെ വേണം, ഇവർ അസംഘടിതമാണെന്നും ഓരോ സ്ഥലം സഭകളും സ്വതന്ത്രമാണെന്നുമാണ് അവർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവരെ നിന്ന് കണക്കെടുക്കാനോ എത്ര ആളുകളുണ്ടെന്നോ എത്ര സഭകളുണ്ടെന്നോ ഒരു കണക്ക് അവതരിപ്പിക്കാൻ എനിക്ക് ഈ ചരിത്ര ഗ്രന്ഥത്തിൽ കഴിയുന്നില്ല എന്ന് അദ്ദേഹം എഴുതി ചേർത്തു. നാം മനസ്സിലാക്കണം, നമ്മെക്കുറിച്ച് ഗൗരവമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹം പുറമേയുണ്ട്. ഈ അദ്ദേഹം ക്രൈസ്തവ വിശ്വാസിയാണെന്ന് എൻ്റെ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയില്ല. കാരണം അദ്ദേഹം ഇതിനൊക്കെ വിമർശിച്ചും ഒക്കെ കൊണ്ടാണ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്ന പൗലോസിൻ്റെ ക്രിസ്തുവിൻ്റെ ഉപദേശത്തേക്കാൾ പൗലോസിൻ്റെ ഉപദേശത്തിനാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് വിമർശിക്കുന്ന ഗ്രന്ഥമാണ്. ഞാൻ ഇതിനിടയ്ക്ക് ഒരു കാര്യം, ഞാൻ നമ്മെ വിമർശിക്കുന്ന ഗ്രന്ഥങ്ങളായാലും ആർട്ടിക്കിൾസ് ആയാലും ഞാൻ വായിക്കാറുണ്ട്. കാര്യം എന്താണെന്ന് അറിയാമോ, നാം പറയുന്ന കാര്യങ്ങൾ പലതും നമ്മൾ എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യാതെ ഇങ്ങനെ അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നാം പറയുന്നതിൽ എന്തെങ്കിലും പാളിച്ചകളുണ്ടെങ്കിൽ അത് ശത്രുക്കളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോഴാണ് തിരുവഴുത്ത് നമ്മൾ പരതി നോക്കി അത് അങ്ങനെ തന്നെ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ളത് ഞാൻ ഇത് ചേർത്ത് പറയുകയാണ്. ഞാൻ പറയട്ടെ, നേരത്തെ പറഞ്ഞതുപോലെ ഈ ക്രൈസ്തവ മാർഗത്തിൻ്റെ ദുഷിച്ച ഈ ആചാരങ്ങൾ ഈ നിലയിൽ ശക്തമായി നിലപാട് എടുത്തു. നമുക്കറിയാം, ചരിത്രം പഠിക്കുമ്പോൾ റിഫോർമേഷൻ, അത് നവീകരണം എന്ന സ്ഥാനം എന്തോ ആണെന്ന് തോന്നുന്നു, ഇംഗ്ലണ്ടിൽ വെച്ച് നടന്ന ആ സംഭവമാണല്ലോ. അതിൻ്റെ ഒരു ഭാഗമാണ് ലൂതറിൻ്റെ കാലഘട്ടത്തിൽ കത്തോലിക്ക ദേവാലയത്തിൽ താൻ പുരോഹിതനായിരുന്ന താൻ വിപ്ലവം ഉണ്ടാക്കി പ്രൊട്ടസ്റ്റന്റ് സഭകൾ സ്ഥാപിക്കുകയും
ഒക്കെ ചെയ്ത ചരിത്രം കോളേജുകളിലൊക്കെ അല്ലെങ്കിൽ സ്കൂളുകളിലൊക്കെ ഞാനൊക്കെ കോളേജിലാണ് പഠിക്കാൻ ഇതായത് പ്രീ ഡിഗ്രിക്ക് ഘട്ടത്തിൽ ഇത് പഠിക്കാനുള്ള ചരിത്രമായിട്ടാണ് ഉള്ളത്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇടയിൽ ചരിത്രബോധമില്ലാത്ത വലിയൊരു സമൂഹം വളർന്നു വരുന്നുണ്ട്. നാം വസ്തുതകൾ മനസ്സിലാക്കണമെങ്കിൽ നാം എന്തുകൊണ്ട് ഇന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നു, നാം എന്തുകൊണ്ട് ഇന്ന കാര്യങ്ങൾ അംഗീകരിക്കുന്നു, ഇന്ന കാര്യങ്ങൾ നാം എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല എന്നുള്ളതിന് തിരുവെഴുത്തിൽ നിന്ന് നാം വ്യക്തമായ കാര്യങ്ങൾ പഠിച്ചേ മതിയാകും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിൻ്റെ ക്രൂശ് എന്ന വിഷയം പഠിക്കാനായിട്ട് ശ്രമിച്ചപ്പോഴാണ് നമ്മുടെ ഇടയിൽ പ്രചാരത്തിലുള്ള ചില ചിന്തകളും ചില പ്രസംഗങ്ങളും ധ്യാന ചിന്തകളൊക്കെ ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളതും ചില ആർട്ടിക്കിൾസ് ഞാൻ വായിക്കാറുണ്ട്. ചില അടിസ്ഥാന വ്യതിയാനങ്ങൾ അതിലൊക്കെ കാണാനായിട്ട് എനിക്ക് കഴിഞ്ഞു. ഞാനത് ക്രമേണ വിവരിക്കുന്നതാണ്. ആമുഖമായി ഇന്ന് ചില കാര്യങ്ങൾ പറഞ്ഞ് മുമ്പോട്ട് പോകുന്നു. അടുത്ത ദിവസം മുതൽ സുവിശേഷങ്ങളിൽ കർത്താവിനെ പറ്റി കർത്താവും അപ്പോസ്തലന്മാരും ഒക്കെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളും തുടർന്ന് അതിൻ്റേതായ ആഴമായ അർത്ഥങ്ങൾ ലേഖനങ്ങളിൽ എങ്ങനെ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളതും ഏറ്റവും അവസാനമായിട്ട് ഇതിൻ്റെ പ്രായോഗിക തലത്തിൽ നാം എന്ത് അനുദിന ജീവിതത്തിൽ പാലിക്കണമെന്നുള്ളതും ഗലാത്യ ലേഖനത്തിൽ നിന്നുള്ള ചില ചിന്തകൾ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വിഷയം ഞാൻ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ക്രൂശ് എന്ന് പറയുന്നത് ഒരാളെ ക്രൂശിൽ തറപ്പിച്ച് കൊല്ലുക എന്ന് പറഞ്ഞാൽ റോമാക്കാരെ സംബന്ധിച്ചിടത്തോളം അത് കുറ്റവാളികൾക്ക് വേണ്ടി മാത്രം വെച്ചിട്ടുള്ളതാണ്. റോമാ പൗരന്മാരല്ലാത്ത കുറ്റവാളികൾക്ക് വേണ്ടി. കാരണം നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തികളൊക്കെ വായിക്കുമ്പോൾ അപ്പോസ്തലൻ പൗലോസ് റോമാ പൗരനായി ജനിച്ചുകൊണ്ട് ചില അവകാശങ്ങളുണ്ടായിരുന്നു. ചോദ്യം ചെയ്യാതെ തന്നെ കെട്ടിയതുകൊണ്ട്, തന്നെ ജയിലിലാക്കാനായി ശ്രമിച്ചതുകൊണ്ട് ആ അകമ്പടി നായകൻ അല്ലെങ്കിൽ ആ ശതാധിപൻ ഭയപ്പെട്ടു പോയതായിട്ടൊക്കെ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ റോമാ പൗരന്മാർക്ക് ഈ ശിക്ഷ കൊടുക്കാറില്ല. മറ്റുള്ളവരെയാണ് ഈ ശിക്ഷയിലേക്ക് കടത്താറ്. എന്നാൽ യഹൂദനെ സംബന്ധിച്ചിടത്തോളം ക്രൂശ് മരണം എന്ന് പറയുന്നതും മരത്തിന്മേൽ തൂക്കിക്കൊല്ലുന്നതും ഒന്ന് തന്നെയാണ്. കാരണം നാം മനസ്സിലാക്കണം, യഹൂദനെ സംബന്ധിച്ചിടത്തോളം ക്രൂശിന്മേൽ തൂക്കിക്കൊല്ലുക എന്ന് പറയുന്നതും മരത്തിന്മേൽ തൂക്കിക്കൊല്ലുക എന്ന് പറയും ഒന്ന് തന്നെയാണ്. ഞാൻ 2 വാക്യങ്ങൾ വായിച്ച് കേൾപ്പിച്ചുതരാം. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൻ്റെ 39-ാമത്തെ വാക്യം. അപ്പോസ്തലൻ പത്രോസ് ചെയ്യുന്ന ഒരു പ്രസംഗമാണ്. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൻ്റെ 39-ാമത്തെ വാക്യം. മതി, ശ്രദ്ധിക്കുക. ക്രൂശിൽ തറപ്പിച്ചു കൊന്നു എന്ന് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തി അത് മനസ്സിലാക്കിയ അപ്പോസ്തലൻ പത്രോസ് പറയുകയാണ്, അവർ അവനെ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. പത്രോസ് മാത്രമല്ല, പൗലോസ് ഇത് തന്നെ പറഞ്ഞത്. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം. ഇവിടെ പൗലോസ് പ്രസംഗിക്കുകയാണ്, അവർ അവനെ മരത്തിന്മേൽ നിന്ന് ഇറക്കി കല്ലറയിൽ വെച്ചു എന്ന് പറഞ്ഞാൽ യഹൂദനെ സംബന്ധിച്ചിടത്തോളം മരത്തിന്മേൽ തൂക്കിക്കൊന്നു എന്ന് പറഞ്ഞതും ക്രൂശിന്മേൽ തറച്ചു കൊന്നു എന്ന് പറഞ്ഞാലും വ്യത്യാസമൊന്നുമില്ല. കാരണം എന്താണെന്ന് അറിയാമോ? നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മൾ രവിവർമ്മ മന്ദിരം എന്ന് വിളിക്കുന്ന ആ മന്ദിരത്തിൽ പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ആളുകളൊക്കെ പലതും പറഞ്ഞു കേട്ടിരുന്നു. അവിടെ വലിയൊരു കൊക്കുർണയുണ്ട്. ആ കൊക്കുർണയിലാണ് ഞാൻ വളരെ ചെറുപ്പത്തിൽ പോയപ്പോൾ അവിടെ അതിൻ്റെ ഒരു കിണറൊക്കെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അത് ഇപ്പോഴൊന്നും അവിടെ അങ്ങനെ പോയി പ്രവേശിക്കാനായിട്ട് സാധ്യമല്ല. അവിടെയായിരുന്നു ഈ തൃശ്ശൂരിലത്തെ വധശിക്ഷ നടപ്പാക്കിയിരുന്ന സ്ഥലം. അത് അവിടെ ഇതിൻ്റെ മീതെ കയറ്റി നിർത്തി കഴുത്തിലേക്ക് കയറിട്ടിട്ട് അടിയത് പലകാലം തട്ടിക്കളയുമ്പോൾ അത് കഴുത്തിൽ തൂങ്ങി അവിടെ കിടന്ന് മരിക്കും. ഈ രീതിയിലുള്ള കൊലപാതകത്തിന് അല്ലെങ്കിൽ വധശിക്ഷ നടപ്പാക്കാനായിട്ടുള്ള സംവിധാനമായിരുന്നു ഈ മരത്തിന്മേൽ തൂക്കിയത്. ഇതിന് അടിസ്ഥാനമായിട്ട് നാം വായിക്കേണ്ടത് ആവർത്തന പുസ്തകം 21-ാം അധ്യായം അതിന് 22-ാം വാക്യം. യഹൂദൻ എന്തുകൊണ്ട് അത് അങ്ങനെ ചിന്തിച്ചു എന്നുള്ളതിൻ്റെ
അടിസ്ഥാനമായ വാക്യമാണത്. ആവർത്തന പുസ്തകം 21-ാം അധ്യായത്തിൽ 22-ാം വാക്യം. ഒരുത്തൻ മരണയോഗ്യമായ ഒരു പാപം ചെയ്തിട്ട് അവനെ കൊന്ന് ഒരു മരത്തിൽ തൂക്കിയാൽ അവന്റെ ശവം മരത്തിന്മേൽ രാത്രി മുഴുവൻ ഇരിക്കരുത്, അന്ന് തന്നെ അത് കുഴിച്ചിടണം. തൂങ്ങി മരിച്ചവൻ ദൈവസന്നിധിയിൽ ശാപഗ്രസ്തനാകുന്നു. നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശം നീ അശുദ്ധമാക്കരുത്. ആ വാക്യത്തിൻ്റെ ഘടന ഒന്ന് ശ്രദ്ധിച്ച് വായിക്കണം. നമ്മുടെ മലയാളം തർജ്ജിമയിൽ അത്ര വ്യക്തമല്ല. മരണയോഗ്യമായി പാപം ചെയ്തിട്ട് അവനെ കൊന്നൊരു മരത്തിന്മേൽ തൂക്കിയാൽ എന്നല്ല, മരണയോഗ്യമായ ഒരു പാപം ചെയ്തിട്ട് അവനെ ഒരു മരത്തിന്മേൽ തൂക്കിക്കൊന്നാൽ എന്നാണ് ശരിയായ എൻ്റെ ആശയം. തൂങ്ങി മരിച്ചവൻ ദൈവസന്നിധിയിൽ ശാപഗ്രസ്തൻ അല്ലെങ്കിൽ ശപിക്കപ്പെട്ടവനാണ്. യഹൂദനെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തു ശപിക്കപ്പെട്ട ഒരു മരണമാണ് അനുഭവിച്ചത്. അത് മരത്തിന്മേൽ തൂക്കിക്കൊന്നതാണ്. കാരണം അവരുടെ ന്യായപ്രമാണം പറയുന്നു, മരത്തിന്മേൽ കൊല്ലപ്പെടുന്നവൻ ശാപഗ്രസ്തനാണ്, അവൻ ശപിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് യഹൂദനെ സംബന്ധിച്ചിടത്തോളം മശീഹയായ യേശു ക്രിസ്തു ആ നിലയിൽ അംഗീകരിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം അവൻ ദൈവത്താൽ ശപിക്കപ്പെട്ട ഒരു മരണം അനുഭവിച്ച വ്യക്തിയായതുകൊണ്ട് ന്യായമായിട്ട് അവർ മനസ്സിലാക്കി ഇവൻ മശീഹയല്ല. നാം സുവിശേഷങ്ങൾ വായിച്ചു നോക്കിയാൽ ഒരു കാര്യം കാണാൻ സാധിക്കും. യേശു കർത്താവിനെ എന്തുകൊണ്ടാണ് യഹൂദന്മാർ മശീഹയായിട്ട് അംഗീകരിക്കാത്തത്? പ്രധാനമായിട്ട് 2-3 കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം, യോഹന്നാന്റെ സുവിശേഷം വായിച്ചാൽ അറിയാം, അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ നടന്നപ്പോൾ പലരും പറഞ്ഞു, ഇവൻ മശീഹ ആയിരിക്കുമോ, വലിയ അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അന്നത്തെ പ്രമാണിമാരായിട്ടുള്ള ആളുകൾ എന്ത് പറഞ്ഞെന്നറിയാമോ? നിങ്ങൾക്ക് എന്താ പറയുന്നത്? മശീഹ ഗലീലയിൽ നിന്നല്ല വരുന്നത്, ഇവൻ നസറത്തുകാരനാണ്, നസറായ എന്നാണ് പേര് തന്നെ, നസറായനായ യേശു ക്രിസ്തു. അപ്പോൾ മശീഹ ജനിക്കേണ്ടത് യഹൂദയിൽ ബെത്ലഹേം നിന്ന് ദാവീദിൻ്റെ പട്ടണത്തിലാണ്. മത്തായി സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം യേശു കർത്താവ് ജനിച്ചത് ബെത്ലഹേമിൽ തന്നെയാണ്. അത് മത്തായി സ്ഥാപിക്കുന്നുണ്ട്. അത് മരണത്തിന് ശേഷം പിന്നീട് എഴുതി രേഖപ്പെടുത്തിയതാണല്ലോ. എന്നാൽ യഹൂദനെ അന്ന് പലസ്തീനിയൻ നാട്ടിൽ ജീവിച്ചിരുന്ന യഹൂദനെ സംബന്ധിച്ചിടത്തോളം യേശു നസറത്തുകാരനാണ്, ഗലീലക്കാരനാണ്, അതുകൊണ്ട് മശീഹയല്ല. രണ്ടാമത്തെ പ്രധാന കാരണം, ദൈവത്തിൻ്റെ മശീഹയാണ് അല്ലെങ്കിൽ ദൈവപുത്രനാണെങ്കിൽ ഇതുപോലെ ശപിക്കപ്പെട്ട ഒരു മരണം അവരെ അനുഭവിക്കാൻ പാടില്ല. അവരെ സംബന്ധിച്ചുള്ള മശീഹ എന്ന് പറഞ്ഞാൽ രാജാവായി വന്ന് ഇസ്രായേൽ ജനത്തെ വിടുവിച്ച് രാജ്യം സ്ഥാപിച്ച് ഇസ്രായേൽ ജനത്തിൻ്റെ നേതാവായി വാഴും എന്നൊക്കെയാണ് പ്രവചന പുസ്തകത്തിൽ വായിച്ചിട്ടുള്ളത്. യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിലൊക്കെ അത് എഴുതപ്പെട്ടിട്ട് കഷ്ടം അനുഭവിക്കുന്ന മശീഹയെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെയും അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. തന്നെയുമല്ല, മരിച്ചു എന്ന് മാത്രമല്ല, അവൻ ശപിക്കപ്പെട്ട മരണമാണ്. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് അത് എടുത്ത് പറയുന്നത്, മരത്തിന്മേൽ തൂങ്ങുന്നവെല്ലാം ശപിക്കപ്പെട്ടവെന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു, ന്യായപ്രമാണത്തിന് ശാപത്തിന് നമ്മെ വിലക്കി വാങ്ങി എന്നൊക്കെ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ യഹൂദനെ സംബന്ധിച്ചോളം ക്രൂശിൽ ശാപകരമായ മരണം അനുഭവിച്ച വ്യക്തി ദൈവത്താൽ ശപിക്കപ്പെട്ടവനാണ്. അവൻ മശീഹയല്ല, ഞങ്ങൾക്ക് അവനെ അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ 24-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഒരു വാക്യം പറയുന്നത് നമുക്ക് വളരെ പരിചിതമുള്ളതാണ്. ഇതിൻ്റെ 23-ഉം 24-ഉം വാക്യം. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 23-24. ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ദോഷവുമെങ്കിലും യഹൂദന്മാരാവട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട അവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. മതി. ഇവിടെ ശ്രദ്ധിക്കുക, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൃഷ്ണൻകുട്ടി സഹോദരൻ്റെ പ്രസംഗത്തിൻ്റെ ആപ്തവാക്യം ഇതായിരുന്നു. അടുത്ത വാചകം 24-ാം വാക്യം, യഹൂദന്മാർക്ക് ഇടർച്ച. എന്തുകൊണ്ടാണ് യഹൂദന്മാർക്ക് ഇടർച്ച? യഹൂദന്മാരെ സംബന്ധിച്ചോളം യേശു ക്രിസ്തു മശീഹയല്ല. യേശു യോസേഫിൻ്റെ മകനാണ്, മറിയയുടെ മകനാണ് എന്നല്ലാതെ അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്, റബ്ബി എന്ന് വേണമെങ്കിൽ അംഗീകരിക്കാം. എന്നാൽ ദൈവത്താൽ അയക്കപ്പെട്ട ദൈവപുത്രനായ മശീഹയാണെന്ന് അംഗീകരിക്കാൻ കഴിയാത്തതിൻ്റെ പ്രധാന കാരണം ശാപകരമായ മരണം അനുഭവിച്ചു. അതുകൊണ്ട് അവർക്കത് ഇടർച്ചയാണ്.
എന്നാൽ യവനന്മാരെ അല്ലെങ്കിൽ യഹൂദന്മാരെ അല്ലാത്തവരെ സംബന്ധിച്ചോളം അത് ഭോഷത്വമാണ്. കാരണം ഒരു രാജ്യദ്രോഹിയായി കൊല്ലപ്പെട്ട ഒരു ക്രിമിനൽ കുറ്റവാളി ദൈവപുത്രനോ അവനിലൂടെ ദൈവം രക്ഷ പ്രാപിക്കുമോ? ഞങ്ങൾക്കത് അംഗീകരിക്കാൻ നിർത്തിയില്ല. അത് ഭോഷത്വമാണ്. അതാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. കൊരിന്ത്യർ ലേഖനം 4:24 വാക്യത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ യഹൂദൻ മനസ്സിലാക്കിയ അല്ലെങ്കിൽ അവൻ്റെ ഭാവനയിലുള്ള മശിഹ ഈ യേശു ക്രിസ്തുവല്ല, ക്രൂശിൽ മരിക്കുന്ന വ്യക്തി. അതുകൊണ്ടാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും മറ്റ് സുവിശേഷങ്ങളൊക്കെ വായിച്ചാൽ ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് പ്രമാണികൾ പറഞ്ഞത്, നീ ക്രിസ്തു ആണെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ, ഞങ്ങൾ വിശ്വസിക്കാം. നീ ദൈവപുത്രനാണെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ, ഞങ്ങൾ വിശ്വസിക്കാം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം പീലാത്തോസും റോമ ഗവൺമെൻറ്റും അവനെ ക്രൂശിൽ തറപ്പിച്ചെങ്കിലും നീ മശീഹയാണെങ്കിൽ ദൈവപുത്രനാണെങ്കിൽ നീ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരും. നീ അങ്ങനെ ഒരു പരാജയപ്പെടുന്നവനല്ല, അവൻ രാജാവായിട്ട് വാഴുന്നവനാണ്, ഞങ്ങൾ വിശ്വസിക്കാം എന്ന് വെല്ലുവിളിക്കുകയുണ്ടായി. കർത്താവിനോട് ക്രൂശിക്കപ്പെട്ട കള്ളന്മാരെന്ന് പറഞ്ഞത്, നിന്നെ തന്നെ രക്ഷിക്കുക, ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നീ സ്വയം രക്ഷിക്കാൻ കഴിയാത്ത നിസ്സഹായനായിട്ട് കിടക്കുന്ന വ്യക്തിയാണ്. നീയാണോ മശീഹ? യഹൂദന്മാർക്ക് ഇടർച്ചയാണോ? എന്നാൽ യവനന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു കുറ്റവാളിയായി മരിച്ച വ്യക്തി ലോകരക്ഷിതാകും. അവന് തന്നെ രക്ഷിക്കാൻ കഴിയാതെ സർക്കാരിൻ്റെ ആളുകൾ കൊന്നുകളഞ്ഞ വ്യക്തി ലോകരക്ഷിതാകും. ഞങ്ങൾക്കത് അംഗീകരിക്കാൻ നമുക്ക് അത് ഭോഷത്വമാണ്. അതുകൊണ്ട് 1-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ക്രൈസ്തവ വിശ്വാസികളെ പരിഹസിക്കുവാനും കളിയാക്കുവാനും ഈ മശീഹയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്, ഈ ക്രിസ്തുവിനെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുകയും 1-ാം നൂറ്റാണ്ടിൽ 2-ാം നൂറ്റാണ്ടിലും ഒക്കെ വളരെയധികം പീഡകൾ അനുഭവിച്ച സമൂഹമായിരുന്നു ക്രിസ്തു വിശ്വാസികൾ. പത്രോസിൻ്റെ ലേഖനം നാം വായിച്ചാൽ പത്രോസിൻ്റെ 1-ാം ലേഖനം വായിച്ചാൽ അവിടെ പറയുന്ന ഒരു വാചകമുണ്ട്, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം അനുഭവിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പശ്ചാത്തലം നാം മനസ്സിലാക്കണം. അന്ന് കാലത്ത് ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാൽ അവൻ വളരെയധികം പീഡകളിൽ കൂടെ അനുഭവിക്കണം. ആദ്യകാലത്ത് സർക്കാർ, അതായത് റോമൻ ഗവൺമെൻറ് വിചാരിച്ചിരുന്നത് ഇത് യഹൂദ മതത്തിൻ്റെ ഒരു വിഭാഗം തന്നെയാണ് എന്നാണ്. അതുകൊണ്ട് യഹൂദ മതത്തിന് ചില ആനുകൂല്യങ്ങൾ കൊടുത്തിരുന്നു, അവർക്ക് മതം എന്ന നിലയിൽ ആചരിക്കാനും പാലിക്കാനും. എന്നാൽ പിന്നീട് യഹൂദന്മാർ തന്നെ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ നമുക്കറിയാം, അങ്ങനെയാണല്ലോ പൗലോസ് അല്ലെങ്കിൽ ശൗൽ ഉപദ്രവിക്കാനായിട്ട് അധികാരപത്രവുമായിട്ടൊക്കെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാനായിട്ട് പല രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്തിരുന്നത്. അങ്ങനെ വന്ന സമയത്ത് പിന്നീട് മനസ്സിലായി ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഈ വിഭാഗം യഹൂദ മതത്തിൻ്റെ വിഭാഗമല്ല, ഇത് വേറെ ഒരു വിശ്വാസ മാർഗത്തിൻ്റെ ആളുകളാണ് എന്നറിഞ്ഞപ്പോൾ എല്ലാ സംരക്ഷണവും സർക്കാർ മാറ്റിക്കളഞ്ഞു. വളരെ പീഡകളിൽ കൂടെ കടന്നുപോയപ്പോൾ ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് ഒരു തൊഴിലാളി അവിടുത്തെ യജമാനോട് പറഞ്ഞാൽ അവന് തീർച്ചയായും ശിക്ഷയുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് പത്രോസ് ലേഖനം എഴുതിയത്, നീ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടമനുഭവിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്, ആ നാമം ധരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നുള്ളത് കാര്യം. എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയായി ജീവിക്കാൻ 1-ാം നൂറ്റാണ്ടിൽ സാധിക്കുമായിരുന്നെങ്കിൽ വളരെ പീഡകളിൽ കൂടെ കടന്നു പോകേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ആ പീഡകളിൽ കൂടെ കടന്നു പോകുന്ന വിശ്വാസികൾ ഉറപ്പിക്കാൻ വേണ്ടിയാണ് പത്രോസ് 1-ാം ലേഖനം എഴുതിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഏത് പശ്ചാത്തലത്തിലായിക്കോട്ടെ, ഞാൻ പറഞ്ഞല്ലോ, പിന്നീട് AD 325 ക്രൈസ്തവ മാർഗം രാജകീയ മതമായി മാറിയതോടുകൂടെ ക്രിസ്ത്യാനികൾക്ക് പീഡകൾ മാറിയെന്ന് മാത്രമല്ല, ക്രൈസ്തവ മതം മറ്റ് മതങ്ങളെപ്പോലെ ഒരു മതമായിട്ട് അധപതിച്ച് വലിയ പള്ളികളും വലിയ പൗരോഹിത്യ സംവിധാനങ്ങളും വലിയ തെറ്റായ ആശയങ്ങളും രൂപപ്പെട്ടുകൊണ്ട് ഉളവായ ഒരു സംവിധാനമായിട്ട് മാറി. അതിൻ്റെ പിൻഗാമികളാണ് ഇന്ന് മഹാഭൂരിപക്ഷം വരുന്ന പാരമ്പര്യ സഭകളൊക്കെ. ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഞാനൊരു കാര്യം ഓർക്കാറുണ്ട്. എൻ്റെ വിഷയത്തിൻ്റെ ആമുഖമാണ് ഞാൻ പറയുന്നത്. ദീർഘവർഷങ്ങൾക്ക് മുമ്പ് ഞാനും ജേസിയും മക്കളുമായിട്ട് ചെറിയ കുട്ടികളായിരുന്നു.
ഞങ്ങൾ അവൻ്റെ വീട് റാന്നിയിലാണല്ലോ. വെക്കേഷൻ സമയത്ത് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് പകൽ വരുന്ന ട്രെയിനിലാണ് ഞങ്ങൾ കോട്ടയത്ത് നിന്ന് വന്ന് കയറിയപ്പോൾ 2 മക്കളും വളരെ ചെറിയ കുട്ടികളാണ്. വലിയ തിരക്കായിരുന്നു. എറണാകുളത്ത് എത്തിയപ്പോൾ പരശുരാം എക്സ്പ്രസ് ആണോ എന്ന് തോന്നുന്നു, മംഗലാപുരത്തേക്ക് പോകും. എറണാകുളത്ത് എത്തിയപ്പോൾ ആ തിരക്ക് കുറച്ച് ഒഴിഞ്ഞു. ആശ്വാസത്തോടെ ഇരിക്കാനായിട്ട് എനിക്കിടയായി. ഞങ്ങൾക്കൊക്കെ ഇരിക്കാൻ സാധിച്ചു. അപ്പോൾ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരു വ്യക്തി, ഞാനന്ന് എനിക്ക് 40 വയസ്സ് താഴെ പ്രായമേ ഉള്ളൂ. ഇദ്ദേഹം ഒരു 35 വയസ്സ് പ്രായമുള്ള ഒരു മാന്യനായ വ്യക്തിയാണ്. ജുബ്ബയൊക്കെ ഇട്ട് പാൻറ്റൊക്കെ ഇട്ട് ഇരിക്കുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ഈ മക്കളെ പേര് വിളിക്കുന്നുണ്ട്, അവർ ഓടിച്ചാടിയൊക്കെ നടക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്താണ് ഞാനിരിക്കുന്നത്. 70 വയസ്സാണ് മക്കളും ജേഴ്സിയൊക്കെ. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചത്, നിങ്ങൾ ക്രിസ്ത്യാനികളാണ്? ഇംഗ്ലീഷിലാണ് ചോദിക്കുന്നത്. അദ്ദേഹം മലയാളിയല്ല, അദ്ദേഹം മംഗലാപുരംകാരനാണ്. അപ്പോൾ ചോദിച്ചു, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്. നിങ്ങൾ ആഭരണങ്ങളൊന്നും ധരിക്കുന്നത് കണ്ടില്ലല്ലോ. ഞങ്ങൾ ആഭരണങ്ങൾ ധരിക്കാറില്ല എന്ന്. അങ്ങനെ സംഭാഷിച്ച് വന്നപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞു, ഞാൻ ചോദിച്ചത് താങ്കൾ ആരാണെന്ന് ചോദിച്ചു. അദ്ദേഹം ഒരു കത്തോലിക്ക പുരോഹിതനാണ്. തിരുവനന്തപുരത്തുള്ളതായ ഒരു സമ്മേളനത്തിന് കടന്നു വന്ന് തിരിച്ച് മംഗലാപുരത്തേക്ക് യാത്ര ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹവുമായിട്ട് സംഭാഷണം തുടങ്ങി. തൃശ്ശൂർ വരെ അദ്ദേഹത്തുമായി സംഭാഷണം നടത്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ഇങ്ങനെയാണ്: നിങ്ങൾ പറയുന്നത് ദൈവവചനം, ബൈബിൾ മാത്രമാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമെങ്കിൽ നിങ്ങൾ പറയുന്നത് പൂർണ്ണമായും ശരിയാണ്. എന്നാൽ ഞങ്ങൾ പാരമ്പര്യമായുള്ള പല കാര്യങ്ങൾ കൂടെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അപ്പം അദ്ദേഹം ചോദിച്ചു, നിങ്ങളവിടെ പ്രത്യേക ലോഹയിട്ട പുരോഹിതന്മാരുണ്ടോ? ഞാൻ പറഞ്ഞു, ഇല്ല. അതെന്താ കാരണം? അപ്പം ഞാൻ പറഞ്ഞു, മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം ബൈബിൾ അറിയാവുന്ന ആയതുകൊണ്ട് ഞാൻ ചോദിച്ചു, 23-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ശരിയാ. അദ്ദേഹം അപ്പോൾ പറഞ്ഞു, ആരെയും പിതാവേ എന്ന് വിളിക്കരുതെന്ന് എഴുതിയിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ കത്തോലിക്കനായ ഒരു പുരോഹിതനായ വ്യക്തി വളരെ മര്യാദയോടുകൂടി സമ്മതിച്ചു, ബൈബിൾ അനുസരിച്ചല്ല ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ബൈബിളിലെ കാര്യങ്ങളും കൂട്ടത്തിൽ മറ്റു പല കാര്യങ്ങൾ കൂടെ ഞങ്ങൾ അംഗീകരിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഞങ്ങളെല്ലാം വ്യക്തിപരമായി രക്ഷിക്കപ്പെട്ടെങ്കിൽ മാത്രമേ, രക്ഷയുടെ അനുഭവത്തിൽ വിശ്വാസത്തിൽ വന്നാൽ മാത്രമേ ഞങ്ങൾ ഈ സ്നാനം, മാമോദിസ ഇല്ലെന്നോ. അപ്പോൾ അദ്ദേഹത്തിന് അതിന് വലിയ അത്ഭുതമായി. കാരണം എന്താണെന്നറിയാമോ, ഞാൻ ഈ ഭാഗം ഇത് കാര്യങ്ങൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതിൽ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്ന കാര്യം പറയാമോ, ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ അവനെ മാമോദിസ കഴിക്കുന്ന സമയത്ത് നിങ്ങളായിരിക്കും അങ്ങനെ ശ്രദ്ധിക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ അറിയാം, ഈ ചെറിയ കുരിശ് ആ ചെറിയ കുഞ്ഞിൻ്റെ നെറ്റിയിൽ വരയ്ക്കും. മരിച്ചു കഴിഞ്ഞാൽ ഈ ആളെ അടക്കം ചെയ്യുമ്പോൾ കുരിശ് അവിടെ ആ കുഴിയിൽ വയ്ക്കും. ഈ അടുത്ത കാലത്ത് ഞങ്ങളെ ചില ബന്ധുവായ ഒരു വ്യക്തി മരിച്ച, അദ്ദേഹം മർത്തോമക്കാരനാണ്. ഞാൻ ആ സംസ്കാര ശുശ്രൂഷയ്ക്ക് കടന്നുപോയി. ആദ്യ അവസാനം അവിടെ ഇരിക്കുന്നു, കാരണം എൻ്റെ ബന്ധുവാണെന്ന്. അപ്പോൾ ആദ്യം അച്ഛന്മാരൊക്കെ വന്ന് ഇങ്ങനെ പ്രസംഗങ്ങളൊക്കെ നടന്ന് കുറേ കഴിഞ്ഞപ്പോഴേ ബിഷപ്പ് വന്ന് ഈ ചൊല്ലലും ഇതൊക്കെ കഴിഞ്ഞ് വന്ന്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ചെറിയ ഒരു മരത്തിൻ്റെ കുരിശ് കിടക്കും. ചെറിയ കുരിശ്. അദ്ദേഹം ഇറങ്ങി വന്ന് ഈ കുരിശെടുത്ത് ഈ മരിച്ച വ്യക്തിയുടെ നെറ്റിയിൽ വെച്ച് ഇങ്ങനെ തൊടിയിച്ചിട്ട് അദ്ദേഹം കയറിപ്പോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ കുരിശ്, ഇദ്ദേഹം മാമോദിസ മുക്കിയപ്പോൾ കുരിശ് വലിച്ചിട്ടാണ് ക്രിസ്ത്യാനിയായത്. ഇപ്പോൾ അദ്ദേഹത്തെ ഞാൻ കുരിശ് അടയാളം വെച്ച് യാത്രയാക്കുന്നു. അപ്പോൾ അത്രയും ശക്തമായ സ്വാധീനമാണ് ഈ കുരിശിന് അവർ കൽപ്പിക്കുന്നത്. ഞാനത് പറയാൻ ഉദ്ദേശിച്ചത്, നമ്മൾ മർത്തോമക്കാരും CSIക്കാരും ഒക്കെ കുറച്ചും കൂടി സുവിശേഷം വെളിച്ചം ലഭിച്ചിട്ടുള്ള ആളുകളാണെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ആചാരങ്ങളുടെ കാര്യങ്ങൾ വരുമ്പോൾ ഇവരെല്ലാവരും വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ കുരിശ് വലിക്കുന്ന കാര്യത്തിലും നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. യാത്ര പോകുമ്പോൾ
ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ വാഹന യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്നൊരു പള്ളി കണ്ടാൽ കത്തോലിക്കനാണെങ്കിൽ ഉടനെ തിരിച്ച് കുരിശ് വരയ്ക്കും. ഹൈന്ദവനാണെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു അമ്പലം കണ്ടാൽ അവനും ചില കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ വ്യത്യാസം ഇത്ര മാത്രമേ ഉള്ളൂ. അവൻ്റെ മനസ്സിൽ ഭക്തിയുടെ ഒരു ചിത്രമായിട്ടും പ്രകടനമായിട്ടും ഈ കുരിശ് രൂപം നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് കാര്യം ഇതാണ്. ക്രൈസ്തവരെന്ന് അഭിമാനിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന സമൂഹം നമ്മെ അധിക്ഷേപിക്കുന്നത് നാം കുരിശ് രൂപത്തെ വണങ്ങാത്തവരാണ്, കുരിശിനെ ആരാധിക്കാത്തവരാണ്, അതിന് ധൂപം കാണിക്കാത്തവ അല്ലെങ്കിൽ അതിന് തൊട്ട് മുത്താത്തവരാണ്. എന്നാൽ നാം ഒരു കാര്യം മനസ്സിലാക്കുക, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പ്രമാണങ്ങൾ നാം പാലിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എഴുതപ്പെട്ട തിരുവെഴുത്തുകൾ അനുശാസിക്കാത്ത ഒരു കാര്യങ്ങൾക്കും നാം പ്രാധാന്യം കൊടുക്കുന്നില്ല. അത് തെറ്റാണെന്ന് നാം ശക്തിയുക്തം വിശ്വസിക്കുകയും അതിനുവേണ്ടി നിലനിൽക്കുകയും ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പറയും. ഈ വിഷയം ദൈവം അനുവദിച്ചാൽ ഇതിൻ്റെ ഇത് ആമുഖമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. തുടർന്ന് ഇതിൻ്റെ ശരിയായ വിഷയങ്ങളിലേക്ക് ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച മുതൽ കടന്ന് പ്രവേശിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാണ്.